ഈ തൊഴിൽ വാർത്ത കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് നവംബർ 15 വന്നിട്ടുള്ള തൊഴിൽ വാർത്തയാണ്. അതായത് നവംബർ 15 ഇന്ന് വന്നിട്ടുള്ള തൊഴിൽ വാർത്തയാണ്, തിങ്കളാഴ്ച. ഇത് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നാണ് നമ്മളുടെ ഒരു എയിം. മാക്സിമം ഒരു 2 days 3 daysനുള്ളിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ റിവിഷൻ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡാണ് വന്നിരിക്കുന്നത്. അത് ഭയങ്കര അധികം ഓപ്പർച്യൂണിറ്റി ഉള്ള എക്സാമാണ്. എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതായത് നമുക്കിനി പുസ്തകം അടച്ചു വെക്കാം എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരൊരു സീരീസ് പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കമ്പനി ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് മാക്സിമം കംപ്ലീറ്റ് ആക്കുക. നമുക്ക് ഈ എക്സാം കിട്ടും, ക്രാക്ക് ചെയ്യുന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെ അത് പഠിച്ചു തുടങ്ങുക. എൻ്റെ ഒപ്പം തൊഴിൽ വാർത്ത കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾ. ഓക്കെ. അതായത് ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് കറണ്ട് അഫെയർസ് ആണ്. അതിൽ പറയുന്നത് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത്? അതായത് റെയിൽ അധിഷ്ഠിത മൊബൈൽ റേഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു? അപ്പൊ ഇത് ഈ ഒരു ചോദ്യത്തിൽ തന്നെ നമുക്ക് കുറേ അധികം എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് അഗ്നി എന്ന് പറയുന്ന വിജയകരമായിട്ടുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അഗ്നി ഒരു വിജയകരമായിട്ടുള്ള മിസൈലാണ്. ഇത് റെയിൽ അധിഷ്ഠിതമായിട്ടുള്ള മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ വിക്ഷേപിച്ച ഒരു മിസൈലാണ്. ഇത് വിജയകരമായിട്ട് പരീക്ഷിച്ചു അഗ്നി. ഇതിനെപ്പറ്റി എന്തൊക്കെ പറയാനുള്ളത് നോക്കാം. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി പ്രൈം മിസൈലാണ് 2025 സെപ്റ്റംബർ 25 DRDO വിക്ഷേപിച്ചിട്ടുള്ളത്. രാജ്യത്തെ എവിടെയുള്ള റെയിൽ ശൃംഖലയിലൂടെ എളുപ്പത്തിലും വേഗത്തിലും മിസൈലുകളെ എത്തിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും കഴിയുമെന്നതാണ് മൊബൈൽ ലോഞ്ചർ സംവിധാനത്തിന്റെ പ്രത്യേകത. ഓക്കെ, റെയിൽ അധിഷ്ഠിത സംവിധാനങ്ങളെ സൈനിക സേവനങ്ങളിൽ ഉൾപ്പെടുത്താൻ ഇത് സഹായിക്കും. റെയിൽ ശൃംഖലയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന കാനിസ്റ്ററേറ്റ് ലോഞ്ച് സിസ്റ്റം വികസിപ്പിച്ച ചുരുക്കം രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതോടെ ഇന്ത്യ ഇടം നേടി. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നി എന്ന് പറയുന്നത് ഒരു വിജയകരമായിട്ടുള്ള മിസൈലാണ്. ഇത് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ വിക്ഷേപിച്ചത്. ഇവിടെ നിന്ന് വിക്ഷേപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ വിക്ഷേപിച്ചതാണ്. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി പ്രൈം മിസൈലാണ് 2025 സെപ്റ്റംബർ 25 DRDO വിക്ഷേപിച്ചതാണിത്. രാജ്യത്തെ എവിടെയുള്ള റെയിൽ ശൃംഖലയിലൂടെ എളുപ്പത്തിലും വേഗത്തിലും മിസൈലുകൾ എത്തിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും കഴിയുമെന്നതാണ് മൊബൈൽ ലോഞ്ചറിന്റെ സംവിധാനത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് മൊബൈൽ ലോഞ്ചറിന്റെ പ്രത്യേകത, മൊബൈൽ ലോഞ്ചറാണ് അഗ്നി എന്ന് മനസ്സിലായി. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത് എവിടെയും റെയിൽ ശൃംഖലയിലൂടെ എളുപ്പത്തിനും വേഗത്തിലും മിസൈലുകൾ എത്തിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും കഴിയുന്നതാണ് ഈ മൊബൈൽ ലോഞ്ചർ സംവിധാനത്തിന്റെ പ്രത്യേകത. 2000 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി. അഗ്നി പ്രൈം മിസൈലാണിത്. 2025 സെപ്റ്റംബർ 25 സെപ്റ്റംബർ 25 ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് അഗ്നി. റെയിൽ അധിഷ്ഠിത സംവിധാനങ്ങളെ സൈനിക സേവനങ്ങളിൽ ഉൾപ്പെടുത്താൻ ഇത് സഹായിക്കും. റെയിൽ ശൃംഖലയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന കാനിസ്റ്ററേറ്റഡ് ലോഞ്ച് സിസ്റ്റം വികസിപ്പിച്ച ചുരുക്കം രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതോടെ ഇന്ത്യ ഇടം നേടി എന്നുള്ളതാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇത് അഗ്നി എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട്. ഇത് 2000 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും വളരെ എളുപ്പത്തിൽ റെയിൽ ശൃംഖലയിലൂടെ എളുപ്പത്തിലും വേഗത്തിലും മിസൈലുകൾ എത്തിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. US പൊതുസഭയുടെ എത്രാമത് സമ്മേളനമാണ് 2025 സെപ്റ്റംബർ 9 മുതൽ 29 വരെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്നത്? 80 ആണ് അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതായത് UN പൊതുസഭയുടെ എത്രാമത് സമ്മേളനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 80ാമത് സമ്മേളനമാണ് 2025 സെപ്റ്റംബർ 9 മുതൽ 29 വരെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്നത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് എത്ര ചോദ്യം കിട്ടി? യുഎന്റെ പൊതുസഭയുടെ 80ാമത് സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. നടന്നത് സെപ്റ്റംബർ 9 നടന്നിട്ടുള്ളത്. 9 മുതൽ 29 വരെ നടന്നിട്ടുണ്ട്. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്താണ് നടന്നിട്ടുള്ളത്. ഓക്കെ, അതിനൊരു പ്രമേയമുണ്ട്. പ്രമേയം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഇതിന്റെ സമ്മേളനത്തിന്റെ പ്രമേയം കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ടുഗെദർ 18 years ആൻഡ് മോർ ഫോർ പീസ് ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. അതാണ് ഇതിന്റെ പ്രമേയം. ഞാൻ ബെറ്റർ ടുഗെദർ എന്നുള്ള ഒരു ജസ്റ്റ് അത് മാത്രം ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? പൊതുസഭയിൽ സെപ്റ്റംബർ 9 29 വരെയാണ് ന്യൂയോർക്കിലെ UN ആസ്ഥാനത്താണ് നടന്നിട്ടുള്ളത്. 80ാമത് പൊതുസമ്മേളനമാണ് ഇതെന്ന് മനസ്സിലായി. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാഖപട്ടണത്താണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാഖപട്ടണത്താണ്. സമുദ്രനിരപ്പിൽ 862 അടി ഉയരത്തിലാണ് കൈലാസ
ഗിരിക്ക് മുകളിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എന്തൊക്കെയാ? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഒരു കാന്റിലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചിട്ടുണ്ട്. അത് എവിടെയെന്ന് വെച്ചാൽ വിശാഖപട്ടണത്താണ്, ആന്ധ്രാപ്രദേശിന്റെ ഏറ്റവും നീളമേറിയിട്ടുള്ള ഒരു കാന്റിലിവർ ആയിട്ടുള്ള ഗ്ലാസ് പാലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വിശാഖപട്ടണത്താണ് നിർമ്മിച്ചിട്ടുള്ളത്, ആന്ധ്രാപ്രദേശ്. സമുദ്രനിരപ്പിൽ 862 അടി ഉയരത്തിലാണ് കൈലാസഗിരിക്ക് മുകളിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. 7 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 55 മീറ്റർ നീളമുള്ള പാലം കേരളത്തിലെ വാഗമൺ ഗ്ലാസ് പാലത്തിൽ 38 മീറ്റർ നീളത്തിലാണ് മറികടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? UN പൊതുസഭയുടെ കാര്യം പഠിച്ചു. UN പൊതുസഭ 80ാമത്തെ പൊതുസഭയാണെന്നുള്ളത് നമുക്ക് പഠിച്ചു, ഫിക്സഡ് ആണ്. അതിനൊരു പ്രമേയം നമ്മൾ പഠിച്ചു. അടുത്തത് നീളമേറിയ കാന്റിലിവർ ഗ്ലാസ് പാലം. ഇനി ഉള്ള എക്സാമിന് വരാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ചോദ്യമാണിത്. നീളമേറിയ കാന്റിലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത് വിശാഖപട്ടണത്താണ്, ആന്ധ്രാപ്രദേശ്. സമുദ്രനിരപ്പിൽ 862 അടി ഉയരത്തിൽ കൈലാസഗിരിക്ക് മുകളിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 862 അടി ഉയരത്തിൽ കൈലാസഗിരിക്ക് മുകളിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ 7 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിട്ടുള്ള 55 മീറ്റർ നീളമുള്ള പാലം കേരളത്തിലെ വാഗമൺ ഗ്ലാസ് പാലത്തിൽ 38 മീറ്റർ നീളത്തിലാണ് മറികടന്നത്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചെടുക്കുമ്പോൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്, നമ്മുടെ മനസ്സിലിരിക്കുന്നുണ്ടോ, നമ്മുടെ ബ്രെയിൻ അത് ക്യാച്ച് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. അതായത് ഏറ്റവും നീളമേറിയ കാന്റിലിവർ പാലം ഗ്ലാസ് പാലാണിത്, നിർമ്മിച്ചിട്ടുള്ള വിശാഖപട്ടണത്ത്, ഇവിടെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. 862 അടി ഉയരത്തിലാണ് ഉള്ളത്. ഉയരത്തിലുള്ള കൈലാസഗിരിക്ക് മുകളിലാണ് പാലം നിർമ്മിച്ചിട്ടുണ്ട്, ഗ്ലാസ് പാലം. ഭയങ്കര രസമായിരിക്കും ഒരു സീനറി ഒക്കെ ഒന്ന് ആലോചിക്കൂ. 7 കോടി രൂപയാണ് ഇതിന് ഒരു ചെലവായിട്ടുള്ളത്. 55 മീറ്റർ നീളമുള്ള പാലം 38 മീറ്റർ നീളത്തിലാണ് മറികടന്നിട്ടുള്ളത്. ഓക്കെ, സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ഇത്തവണ ലഭിച്ചത് ആർക്കാണെന്ന് വെച്ചാൽ KJ യേശുദാസിനാണ് ലഭിച്ചിട്ടുള്ളത്. KJ യേശുദാസിനാണ് സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ഇത്തവണ ലഭിച്ചത് യേശുദാസിന്. ഓക്കെ, 1 ലക്ഷം രൂപയും സ്വർണവും കേട്ടോ. IT പ്രൊഫഷണലുകൾക്കുൾപ്പെടെ വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് നൽകി വരുന്ന കുടിയേറ്റ ഇതര വിസ പരിഷ്കരിക്കാൻ US സർക്കാർ തീരുമാനിച്ചു. വിസയുടെ പേരാണ് H1B. അതായത് IT പ്രൊഫഷണലുകൾ ഉണ്ടാവുമല്ലോ, അതിന് വിദഗ്ധരായിട്ടുള്ള വിദേശ തൊഴിലാളികൾക്ക് നൽകി വരുന്ന കുടിയേറ്റ ഇതര വിസ പരിഷ്കരിക്കാൻ US സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ വിസയുടെ പേരാണ് HIB. അടുത്തിടെ പുറത്തിറങ്ങിയ മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചിട്ടുള്ളത് അരുന്ധതി റോയ് ആണ് കേട്ടോ. അടുത്തിടെ പുറത്തിറങ്ങിയ മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത് അരുന്ധതി റോയ് ആണ്. ഇന്ത്യയിലെ ക്രിസ്ത്യൻ വനിതകളുടെ, അത് നമുക്ക് ഓർത്ത് വെക്കണം കേട്ടോ, മദേഴ്സ് കം ടു മീ എന്ന് പറയുന്നത് അരുന്ധതി റോയ്. ഇന്ത്യയിലെ ക്രിസ്ത്യൻ വനിതകളുടെ സ്വത്തവകാശത്തിനായി പോരാടിയ അമ്മ മേരി റോയുമായുണ്ടായിരുന്ന സങ്കീർണമായ ബന്ധം പ്രതിപാദിക്കുന്ന കൃതിയാണിത് കേട്ടോ. ഓക്കെ, പിന്നെ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ വയോസേവന അവാർഡുകൾ നേടിയത് നടി ഷീല, ഗായിക PK മേദിനിയാണ് കേട്ടോ. സാമൂഹ്യ നീതി വകുപ്പിന്റെ വയോസേന അവാർഡുകൾ നേടിയിട്ടുള്ളത് നടി ഷീല, ഗായിക PK മേദിനി. ഓക്കെ, അതായത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തിട്ട് പുറത്തിറക്കിയ മദർ മേരി കംസ് ടു മീ എന്നീ ഓർമ്മക്കുറിപ്പ് രചിച്ചിട്ടുള്ളത് അരുന്ധതി റോയാണ്. നമ്മൾ ഫിക്സ് ആണ്, അത് ഓർത്ത് വെക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ വനിത സ്വത്തവകാശത്തിനായി പോരാടിയ അമ്മ മേരി റോയുമായുണ്ടായിരുന്ന സങ്കീർണമായ ബന്ധം പ്രതിപാദിക്കുന്ന കൃതിയാണിത്. ഓക്കെ, സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ വയോസേവന അവാർഡുകൾ നേടിയിട്ടുള്ളത് നടി ഷീലയും ഗായിക PK മേദിനിയാണ് കേട്ടോ. ഷീലയും മേദിനിയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ വയോസേവന അവാർഡുകൾ നേടിയിട്ടുള്ളത്. ആജീവനാന്ത സംഭാവനകൾക്കാണ് ഇരുവർക്കും 1 ലക്ഷം രൂപ വീതമുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മറ്റു പുരസ്കാരങ്ങൾ മികച്ച കോർപ്പറേഷൻ കൊച്ചിയാണ്. അതായത് എന്തൊക്കെ നമുക്ക് കിട്ടി? സാമൂഹ്യ നീതി വകുപ്പിന്റെ വയോസേവന അവാർഡുകൾ നേടിയിട്ടുള്ള ഷീലയും മേദിനിയും. ആജീവന സംഭാവനയ്ക്ക് ഇരുവർക്കും 1 ലക്ഷം രൂപ വെച്ചും കിട്ടി. മറ്റു പുരസ്കാരങ്ങൾ മികച്ച കോർപ്പറേഷൻ കിട്ടിയത് കൊച്ചിക്കും. കോർപ്പറേഷൻ ഏതാ? കൊച്ചി. ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്, നഗരസഭ നെടുമങ്ങാട്, പഞ്ചായത്ത് മാനന്തവാടി, ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ. ഓക്കെ, ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ, ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടി, മികച്ച നഗരസഭ നെടുമങ്ങാട്, മികച്ച ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്. കൊച്ചിയാണ് കോർപ്പറേഷൻ. കൊച്ചി കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്, നഗരസഭ നെടുമങ്ങാട്, പഞ്ചായത്ത് മാനന്തവാടി, ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത് വിവേക് ഗുപ്തയാണ് കേട്ടോ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് വിവേക് ഗുപ്ത. ലോക വിനോദസഞ്ചാര ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 27 കേട്ടോ. ഓക്കെ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഷീല, മേദിനി സാമൂഹ്യനീതി വകുപ്പിന്റെ വയോജന അവാർഡുകൾ നേടിയവരാണ്. 1 ലക്ഷം രൂപയാണ്. അതുപോലെ കോർപ്പറേഷൻ കൊച്ചിയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തുണ്ട്. ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയായിരിക്കും, അത് കാസർഗോഡ് ഗ്രാമപഞ്ചായത്ത് ഒരു സ്ഥലമായിരിക്കും. മുളവണ്ണ കോഴിക്കോടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ മാനന്തവാടി.
മാനന്തവാടി. അപ്പം മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭ നെടുമങ്ങാട്. നഗരത്തിൽ ഇപ്പം നടുങ്ങിയല്ല അവർ, അപ്പം നെടുമങ്ങാട്. ബ്ലോക്ക് മാനവരല്ലേ ബ്ലോക്ക് ഉണ്ടാക്കുക, അപ്പം മാനന്തവാടി. ഗ്രാമപഞ്ചായത്ത് ആകുമ്പോൾ ഒളവണ്ണ. ഓക്കെ, ഗ്രാമത്തിലൊക്കെ ഒളിച്ചു കളിക്കുക നടത്താം, അപ്പോൾ ഒളവണ്ണ. ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റാണ് വിവേക് ഗുപ്ത. ലോക വിനോദസഞ്ചാര ദിനം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ 27. യുണൈറ്റഡ് നേഷൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ 1980 മുതൽ ദിനാചരണം നടന്നു വരുന്നുണ്ട് കേട്ടോ. ഈ 80 മുതൽ ദിനാചരണം നടന്നു വരുന്നുണ്ട്. ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് 2025 ദിനാചരണത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ 27-നാണ് ലോക വിനോദസഞ്ചാര ദിനമാണ് സെപ്റ്റംബർ 27. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ആഭിമുഖ്യത്തിൽ 1980 മുതൽ ദിനാചരണം നടന്നു വരുന്നു കേട്ടോ. ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നത് 2025 ദിനാചരണ വിഷയമാണ്. മലേഷ്യയിലെ മലാക്ക നഗരത്തിൽ 2025 ആഗോള വിനോദസഞ്ചാര ദിനാഘോഷം നടന്നത് കേട്ടോ, ടൂറിസത്തിന്റെ മലേഷ്യയുടെ. അപ്പോൾ എവിടെയാണ് ഇതിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ മലേഷ്യയിലെ മലാക്ക നഗരത്തിൽ കേട്ടോ. അപ്പോൾ എന്തായാലും ചോദിക്കുന്നത് മലേഷ്യ മലാക്ക നഗരം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിലെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് രചിച്ച ലേഖനങ്ങളുടെ സമാഹാരം അടുത്തിടെ പുറത്തിറങ്ങി. പേര് ബിയോണ്ട് സിനിസിസം കേരള 2.0 ഇൻസൈറ്റ്സ് ഫ്രം ഇൻസൈഡേഴ്സ്. ഇത് എനിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ചോദ്യം. PH കുര്യൻ, T ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പുസ്തകം എഡിറ്റ് ചെയ്തത്. അതായത് കേരളത്തിലെ സേവനം അനുഷ്ഠിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് രചിച്ച ഒരു ലേഖനത്തിന്റെ സമാഹാരം. അതായത് കേരളത്തിലെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് ബിയോണ്ട് സിനിസിസം കേരള 2.0 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പേജ് നമ്മുടെ കഴിയാറായി. അടുത്തിടെ എവിടെയാണ് തമിഴ്നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താവായ പെരിയോർ EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയത്? അരുക്കുറ്റിയിൽ കേട്ടോ, അരുക്കുറ്റിയിലാണ്. ഇവിടെയാണ് തമിഴ്നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള പെരിയോർ EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയതെന്ന് വെച്ചാൽ അരുക്കുറ്റി. അടുത്ത വൈക്കം, അത് ആലപ്പുഴയിലാണ് കേട്ടോ അരുക്കുറ്റി. അപ്പോൾ ആരുടെയാണ്? EV രാമസ്വാമി നായ്ക്കരെ പറ്റിയിട്ട്. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പെരിയാറിനെ അന്നത്തെ രാജഭരണം അരുക്കുറ്റിയിലെ ജയിലിലടച്ചതിന്റെ സുരക്ഷാർത്ഥം തമിഴ്നാട് സർക്കാരാണ് തന്തൈ പെരിയാർ സ്മാരകം നിർമ്മിക്കുന്നത്. അപ്പോൾ ആരാണ് ഇതിൽ നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുക്കുറ്റിയിലെ ജയിലിലടച്ചതിന്റെ സ്മരണാർത്ഥാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 1985 വൈക്കത്ത് പെരിയാറിന്റെ പ്രതിമ സ്ഥാപിച്ചു. ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജോർജിയ മെലാനിയുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പം നമുക്ക് ഇറ്റലിയിലെ പ്രധാനമന്ത്രി ആരാണ്? ജോർജിയ മെലനോയുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയിട്ടുള്ള നരേന്ദ്രമോദിയാണ്. അത് ഭയങ്കര ഒരു അടിപൊളി ചോദ്യമാണല്ലോ. ഐ ആം ജിയോർജിയ, അങ്ങനെയാണ് കേട്ടോ. ഐ ആം ജിയോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്നതാണ് ആത്മകഥയുടെ പേര്. ഓക്കെ, മൈ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, അതാണല്ലോ ആത്മകഥ. ലോക ഹൃദയ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. നമ്മൾ ടൂറിസം പഠിച്ചു. ലോകം സെപ്റ്റംബർ 27, സെപ്റ്റംബർ 29 ഹൃദയ ദിനം. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ച ഇന്ത്യയുടെ എത്ര വിക്കറ്റാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത്? 5 വിക്കറ്റ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തൊഴിൽ വാർത്തയിൽ തെറ്റായിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത്? അപ്പോൾ ദുബായിൽ നടന്നിട്ടുള്ളത് ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ഫൈനല് ദുബായിൽ വെച്ച് നടന്നു. ഇത് ഇന്ത്യ ജയിച്ചു, പാകിസ്ഥാനെ തോൽപ്പിച്ചു 5 വിക്കറ്റിന്. ഏഷ്യ കപ്പ് ചരിത്രത്തിൽ 9ാം തവണയാണ് ഇന്ത്യ കിരീടം നേടിയത് കേട്ടോ. 9ാമത്തെ തവണ ഇന്ത്യ കിരീടം നേടി 5 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. 2020 ഫോർമാറ്റിൽ 2ാം തവണയും കേട്ടോ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. 2020 ഫോർമാറ്റിൽ 2ാം തവണയും ഇത് 9ാം തവണയും. തമിഴ്നാട്ടിലെ കാരൂർ വേലുസ്വാമിപുരം ഈയിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയെന്ന് വെച്ചാൽ സെപ്റ്റംബർ 27 തമിഴക വെട്രിക്കഴകം നേതാവും നടനുമായ വിജയിയുടെ പ്രചാരണ യോഗത്തിനിടയിലുണ്ടായ ദുരന്തമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അതായത് തമിഴ്നാട്ടിലെ കരൂർ വേലുസ്വാമിപുരം ഈയിടെ വാർത്താ പ്രാധാന്യം നേടി. അത് എന്തിനാണ് കരൂർ വേലുസ്വാമിപുരം? അതായത് സെപ്റ്റംബർ 27 തമിഴകം വെട്രിക്കഴകം നേതാവും നടനുമായ വിജയുടെ പ്രചാരണത്തെ തുടർന്നുണ്ടായ ദുരന്തത്തെ തുടർന്ന് അവ എവിടെ വെച്ചിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വേലുസ്വാമിപുരം കേട്ടോ, വേലുസ്വാമിപുരം. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നന്നായി ഓർമ്മ നിൽക്കും. ദുരന്തം 41 പേർക്കാണ് ദുരന്തത്തിൽ പെട്ടിട്ടുള്ളത് കേട്ടോ. ഇന്ത്യയുടെ അറ്റോർണി ജനറലായ 2ാമതും നിയമിക്കപ്പെട്ടിട്ടുള്ള ആരാണ്? R വെങ്കടരമണി.
വെങ്കിട്ടരാമൻ രണ്ടാമത് സെക്കൻഡും നിയമിക്കപ്പെട്ടു. മലയാളി കൂടിയായിട്ടുള്ള നിയമജ്ഞൻ കെ വേണുഗോപാൽ വിരമിച്ച ഒഴിവിലേക്കാണ് 2022 ആദ്യം നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ആരായിരുന്നു വെച്ചാൽ കെ വേണുഗോപാൽ ഒരു മലയാളി കൂടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ വെങ്കിട്ടരാമനാണ് രണ്ടാമത്തെ അറ്റോർണി ജനറൽ. വെങ്കിട്ടരാമൻ വീണ്ടും കയറി. ഇന്ത്യയിൽ എവിടെയാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം നാച്ചുറൽ ഗ്യാസ് കണ്ടെത്തിയിട്ടുള്ളത്? ശ്രീവിജയപുരത്ത് കേട്ടോ. ആൻഡമാൻ ദ്വീപുകളിൽ കഴിക്കാൻ തീരത്തു നിന്ന് 17 കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഇതുണ്ടായത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? റെയിൽ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മ നിൽക്കുന്നുണ്ടോ ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അഗ്നി എന്തായിരുന്നു? അഗ്നി എന്ന് പറയുന്നത് ഒരു വിജയകരമായിട്ടുള്ള ഒരു മിസൈലാണ്. റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത്? അഗ്നിയാണ്. 2000 കിലോമീറ്റർ